ന്യൂ മാസ്ട്രോ വാസ്തുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓഫീസ് വാസ്തു ശാസ്ത്രത്തിനെ പറ്റിയാണ്. ഓഫീസിനകത്ത് എങ്ങനെ ഇരിക്കണം, ഏതൊക്കെ മുറിയിൽ എന്തൊക്കെ ആകാം, അക്കൗണ്ട്സ് എവിടെ വേണം, ക്യാഷ് ബോക്സ് എവിടെ വേണം, ഓണർ എവിടെ ഇരിക്കണം, CEO എങ്ങനെയായിരിക്കണം, ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു 2-3 എപ്പിസോഡായിട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് ഓഫീസിൻ്റെ ഡോറ്. ഓഫീസിൻ്റെ ഡോറ് വടക്കോട്ടോ കിഴക്കോട്ടോ ആണെങ്കിൽ ഉത്തമം. വടക്ക് കിഴക്കും ആകാം, തെക്കും പടിഞ്ഞാറും ചില കാര്യങ്ങളിൽ ഉത്തമമാണ്. ഫുഡ്, എൻ്റർടൈൻമെൻറ്റ്, അത് തെക്കും ആകാം പടിഞ്ഞാറും ആകാം. അതേപോലുള്ള ചില കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് പടിഞ്ഞാറും തെക്കും എടുക്കാൻ പാടുള്ളൂ. പിന്നെ വാതിലുകളുടെ എണ്ണം 10, 20, 30 അങ്ങനെ വരാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക. ചിലർക്ക് ഇരട്ട നമ്പരായിരിക്കും, ചിലർക്ക് ഒറ്റ നമ്പരായിരിക്കും. അത് ഡേറ്റ് ഓഫ് ബർത്ത് ഡിപ്പെൻഡ് ചെയ്താണ്. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടോട്ടൽ സംഖ്യ എടുത്തതിന് ശേഷം ആ സംഖ്യയായിട്ട് ഈ ടോട്ടൽ വാതിലിന് ഒരു ബന്ധമുണ്ട്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരട്ട വരും, ചിലപ്പോൾ ഒറ്റ സംഖ്യ വരും. അങ്ങനെ നമ്മൾ വാതിലിൻ്റെ എണ്ണം എടുക്കാം. പിന്നെ കാറ്റും വെളിച്ചവും കയറാൻ വേണ്ടി നമുക്ക് ജനാലകൾ നമുക്ക് വേണം. അതെവിടെയും ഓപ്പണിംഗ് എപ്പോഴും വെളിച്ചത്തിന് വേണ്ടിയും കാറ്റിന് വേണ്ടിയും നമ്മൾ വയ്ക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇനി നമ്മുടെ ഒരു ഓഫീസിൻ്റെ ഓണർ അല്ലെങ്കിൽ CEO ഇരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണെങ്കിൽ ഏറ്റവും ഉത്തമം. ആ ഇരിക്കുന്ന ആൾ മറ്റുള്ളവരെക്കായും ഒരു 6.5 ഇഞ്ച് പൊക്കത്തിൽ വേണം ഇരിക്കാനായിട്ട്. 6.5 ഇഞ്ച് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ ഈ CEO അല്ലെങ്കിൽ ഓണർ ഇരിക്കുമ്പോൾ ആളുടെ ഫേസ് ഒന്നെങ്കിൽ നോർത്തിലോട്ടായിരിക്കണം, അല്ലെങ്കിൽ ഈസ്റ്റിലോട്ടായിരിക്കണം, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് കോർണറിലോട്ടും ആകാം. അപ്പോൾ CEOയുടെ അല്ലെങ്കിൽ ഈ ഓണറിൻ്റെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വച്ചാൽ ഈശാന കോണിലോട്ട് ദൃഷ്ടി വരും. അപ്പോൾ ഈശ്വരന്മാരുടെ അനുഗ്രഹവും നമുക്ക് കിട്ടും. ഓട്ടോമാറ്റിക് വന്നിരിക്കുന്ന ആളോട് ഐ കോണ്ടാക്റ്റും കിട്ടും, കിഴക്കോട്ടായാലും വടക്കോട്ടായാലും. അപ്പോൾ കിഴക്കോട്ട് നോക്കിയിരിക്കുവാണെങ്കിൽ ലാപ്ടോപ്പ് ഇടതുവശം വരും, വടക്കോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ ലാപ്ടോപ്പ് വലത്തുവശം വരും. അതാണ് അതിൻ്റെ കാര്യം. അതുപോലെ തന്നെ എപ്പോഴും CEOയുടെ ഫ്രണ്ടിലിടുന്ന കസേരകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയാൽ വീണ്ടും ഉത്തമം തന്നെയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡേറ്റ് ഓഫ് ബർത്ത് അതിനകത്തൊരു ബാധകമാണ്. ഡേറ്റ് ഓഫ് ബർത്തും കൂടി ശ്രദ്ധിക്കണം. എന്നാലും ഒറ്റ സംഖ്യ ഇട്ടാൽ ദോഷങ്ങളില്ല. നമ്മളെ കാണാൻ വരുന്ന ഗസ്റ്റുകൾ അവർക്കൊരിക്കലും കിഴക്കോട്ടോ വടക്കോട്ടോ ഇരിക്കാനുള്ള സീറ്റ് സംവിധാനം ചെയ്യരുത്. അവരുടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും തെക്കോട്ടോ പടിഞ്ഞാട്ടോ ആയിരിക്കണം അവരുടെ ഫേസ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും അവർക്കുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ് കിഴക്കോട്ടോ വടക്കോട്ടോ ഒരു കാരണവശാലും ഇടരുത്. അടുത്തതായി CEOയുടെ അടുത്ത് തന്നെ ആയിരിക്കണം മെയിൻ ക്യാഷ് ബോക്സ്. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ CEOയുടെ റൈറ്റ് സൈഡിലായിരിക്കണം ക്യാഷ് ബോക്സ്. വടക്കോട്ടാണ് തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ CEOയുടെ ഇടത്ത് സൈഡിലായിരിക്കണം ക്യാഷ് ബോക്സ്. ക്യാഷ് ബോക്സിൻ്റെ ഡോറ് അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പ് തുറക്കുന്നത് വടക്കോട്ടോ കിഴക്കോട്ടോ ആയിരിക്കണം. വടക്കോട്ടാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ കുബേരസ്ഥാനമാണത്. കുബേരസ്ഥാനത്തോട്ട് ഓപ്പണിംഗ് ചെയ്താൽ എപ്പോഴും പൈസ ഒഴിയാതെ ഉണ്ടായിരിക്കുമെന്നാണ് ശാസ്ത്രം. അപ്പോൾ കഴിവതും നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ CEOയ്ക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു
സ്ഥലം നമുക്ക് കരുതണം. അത് തീർച്ചയായിട്ടും വടക്ക് കിഴക്കേ മൂലയാണെങ്കിൽ ഉത്തമം. അഥവാ വടക്ക് കിഴക്കേ മൂലയിലാണ് ഡോറെങ്കിൽ വടക്ക് വശമോ കിഴക്ക് വശമോ നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് സ്ഥലം. അപ്പോൾ നമ്മൾ കൂടുതൽ വലിയ പൂജാമുറി പോലുള്ള ആ സംവിധാനമൊന്നും വേണ്ട. ഒരു ചന്ദനത്തിരി കത്തിച്ചാലും മതി, അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ചാലും മതി. എന്താണോ അവരുടെ വിശ്വാസം, ആ വിശ്വാസം അനുസരിച്ച് എന്ത് വേണമെങ്കിലും ആകാം. അത് വടക്കോ വടക്ക് കിഴക്കോ കിഴക്കോ ഈ 3 സ്ഥലമേ എടുക്കാവൂ. പിന്നെ ചിലപ്പോൾ നമുക്കവിടെ കിട്ടിയില്ലെങ്കിൽ കന്നിമൂലയിലും ആകാം. കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂല. അപ്പോൾ അവിടെ നമ്മുടെ ക്യാഷ് ബോക്സും അതും ഇതൊക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ അസൗകര്യം ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ വടക്ക് കിഴക്ക് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ഈ ചെറിയ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു.